നമസ്കാരം. പ്രധാന വാർത്തകൾ. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ ചേർന്ന PTA യോഗത്തിൽ മാനേജ്മെന്റിന് രക്ഷിതാക്കളുടെ രൂക്ഷ വിമർശനം. വീഴ്ച ഏറ്റുപറഞ്ഞ സ്കൂൾ മാനേജ്മെന്റ്. വിദ്യാലയത്തിന്റെ ഇരുമ്പുമറ നീക്കാൻ യോഗത്തിൽ തീരുമാനം. സ്കൂളിലേക്ക് SFIയും AISFും നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്കൂൾ പ്രവർത്തനം തിങ്കളാഴ്ച പുനരാരംഭിക്കാൻ ധാരണ. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യം. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ വനിതാ സംഗമം. ജില്ലാ സമ്മേളനം ജൂലൈ 18 മുതൽ 20 വരെ വടക്കഞ്ചേരി. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് പട്ടാമ്പി താലൂക്കിൽ നിന്നുൾപ്പെടെ കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിൽ തുറന്നുവിടുകയാണെന്ന് കൗൺസിലർമാർ. മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ സത്വര നടപടിയെന്ന് ചെയർപേഴ്സൺ. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് കഴിഞ്ഞ ദിവസം ആലത്തൂർ ഭാഗത്ത് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 21 വയസ്സുള്ള പ്രണവ്. ആലത്തൂർ SN കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ പ്രണവ് ഒഴുക്കിൽപ്പെട്ടത് 3 ദിവസം മുമ്പ്. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത്. സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വാൽപ്പാറയിലെ നരഭോജി പുലി വനം വകുപ്പിന്റെ കെണിയിൽ. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരിയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച പുലി. വീണ്ടും ഇരയെ തേടിയെത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ രാത്രി. വാഴച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ വനപാലകർ രക്ഷപ്പെടുത്തി. ആനയെ കാടുകയറ്റിയത് തുറന്ന ഡാം അടച്ച് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ. കണ്ണിയമ്പുറത്ത് അക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം. ഷൊർണൂർ മേഖലയിൽ പുഴ കരകവിഞ്ഞു. നമ്പ്രം റോഡ് വെള്ളത്തിനടിയിൽ. മലമ്പുഴ ഡാം തുറക്കുന്നതോടെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്ക. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചെന്ന് പോലീസ്. ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് ഷൊർണൂർ പോലീസ് 18 നിർദ്ദേശങ്ങൾ പരസ്യപ്പെടുത്തി. സംശയാസ്പദമായി എന്തു കണ്ടാലും വിവരമറിയിക്കണമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിൽ ചേർന്ന PTA യോഗത്തിൽ മാനേജ്മെന്റിനും അധ്യാപകർക്കും രക്ഷിതാക്കളുടെ രൂക്ഷ വിമർശനം. വിദ്യാലയത്തിൻ്റെ ഇരുമ്പുമറ നീക്കാൻ യോഗത്തിൽ ധാരണയായി. നേരത്തെ SFI AISF സംഘടനകൾ സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. സ്വന്തം മക്കൾ സ്കൂളിൽ നേരിട്ട ദുരനുഭവങ്ങളാണ് രക്ഷിതാക്കൾ യോഗത്തിൽ പങ്കുവച്ചത്. പുസ്തകം കൊണ്ടുവരാത്തതിന്റെ പേരിൽ അധ്യാപിക മകന്റെ മുഖത്തടിച്ചുവെന്ന് ഒരു രക്ഷിതാവ് ആരോപിച്ചു. ഒരു കുട്ടിയെയും ഇവിടെ നിന്ന് പുറത്താക്കില്ലെന്ന ഉറച്ച വിശ്വാസം എല്ലാവർക്കും വേണം. ഹരാസ്മെന്റും നിയമ നടപടികളുമായി കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് രക്ഷിതാക്കൾ വ്യക്തമാക്കി. രക്ഷിതാക്കൾക്ക് സ്കൂളിൽ സംസാരിക്കാൻ ഒരവകാശവും ഇതുവരെ നൽകിയിരുന്നില്ല. പ്രിൻസിപ്പലിനെ കാണാൻ പോലും സാധ്യമല്ല. ഇത്തരം വിമർശനങ്ങളാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം സ്കൂൾ മാനേജ്മെന്റ് വീഴ്ച ഏറ്റുപറഞ്ഞു. പുറത്താക്കിയ പ്രിൻസിപ്പാളിന് പകരം ആക്ടിംഗ് പ്രിൻസിപ്പാളിനെ വൈസ് പ്രിൻസിപ്പാളായി നിയമിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിക്കും. പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. കുട്ടികൾക്കായി പുതിയ കൗൺസിലറെ നിയമിക്കും. അധ്യാപകർക്കും കൗൺസിലിംഗ് നൽകും. രക്ഷിതാക്കളുടെ പരാതി കേൾക്കുമെന്നും മാനേജ്മെന്റ് യോഗത്തിൽ വ്യക്തമാക്കി. നേരത്തെ സ്കൂളിലേക്ക് SFIയും AISFും നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. SFI പ്രവർത്തകർ സ്കൂളിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തൂങ്ങിമരിച്ച വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ 2 അധ്യാപകരുടെ പേര് പരാമർശിക്കുന്നുണ്ടെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജൂലൈ 18 മുതൽ 20 വരെ വടക്കഞ്ചേരിയിൽ നടക്കുന്ന CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതകൾക്ക് വലിയ രീതിയിലുള്ള പരിഗണനയാണ് ഇടതു സർക്കാർ നൽകുന്നത്. സ്ത്രീകളെ ഒപ്പം നിർത്തിയ സർക്കാരാണ് ഇടതു സർക്കാർ. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. സ്ത്രീകൾക്ക് എന്താപത്ത് സംഭവിച്ചാലും നടപടി ഉറപ്പാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പോലീസ് നടപടിയെടുക്കുന്നതിൽ പിറകിലാണെങ്കിൽ ഇവിടെ മറിച്ചാണെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു. അതൊക്കെ കേരളത്തിനെ സംബന്ധിച്ചെടുത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഗവൺമെൻറ് എന്ന് വേണമെങ്കിൽ പറയും.
രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി വരുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനം നാം എടുത്ത് പരിശോധിക്കണം. കേരളം വിദ്യാസമ്പന്നമായ കേരളമാണ്, സാംസ്കാരിക കേരളമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും. 100% സാക്ഷരത കൈവരിക്കുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനം നമുക്കറിയാം മാതൃകാപരമായി സ്ത്രീകളെ സംരക്ഷിക്കുന്നൊരു കേരളമായി മാറും. ഇന്നൊട്ടേറെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ട് പോലും ഈ കേരളത്തിലും പീഡനങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി. പക്ഷേ അങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴും തട്ടിപ്പോകൽ ഉണ്ടാകുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങൾ പലപ്പോഴും ഉണ്ടാകുമ്പോഴും അതിനകത്തൊക്കെ അടിയന്തര നടപടികളെടുക്കുവാൻ കഴിയുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് എ പ്രഭാവതി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി സുമലത മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജ്യോതി വാസൻ, ചെർപ്പളശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, പറളി പഞ്ചായത്ത് പ്രസിഡന്റ് രേണുക, പ്രസന്ന വിജേഷ്, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സംസ്ഥാന കൗൺസിൽ അംഗം OK സൈതലവി, മണ്ഡലം സെക്രട്ടറി P വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വനിതാ സംഗമത്തോടനുബന്ധിച്ച് മികച്ച ക്ഷീരകർഷക മഞ്ജു ഹരിദാസിനെയും മികച്ച കുട്ടി കർഷക KP അവനികയെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കണ്ടെത്തിയത് ആലത്തൂർ ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം. കാവശ്ശേരി കഴനി എരകുളം സ്വദേശി 21 വയസ്സുള്ള പ്രണവിൻ്റേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ഇന്ന് രാവിലെയാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. കാവശ്ശേരി കഴനി എരകുളം സ്വദേശിയായ 21 വയസ്സുള്ള പ്രണവിൻ്റേതാണ് മൃതദേഹമെന്ന് പിന്നീട് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം ആലത്തൂർ ഗായത്രി പുഴയിൽ പ്രണവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. 3 ദിവസമായി ഫയർഫോഴ്സ്, സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഗായത്രി പുഴയിൽ തിരച്ചിൽ നടത്തി. ഇന്ന് രാവിലെ പട്ടാമ്പി നിള ആശുപത്രിക്ക് പിറകുവശത്തായാണ് ഭാരതപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. കനത്ത മഴയിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ ശക്തമായ ഒഴുക്കിൽ മൃതദേഹം ഒഴുകി വന്നതാകാമെന്നാണ് നിഗമനം. പട്ടാമ്പി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ആലത്തൂരിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയാണ് തിരിച്ചറിഞ്ഞത്. ആലത്തൂർ SN കോളേജ് 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് പ്രണവ്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. തൃശ്ശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. പൂങ്കുന്നം സ്വദേശി 30 വയസ്സുള്ള വിഷ്ണുവാണ് ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി മരിച്ചത്. വിഷ്ണുദത്തിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന അമ്മ പത്മിനിക്കും അപകടത്തിൽ പരിക്കേറ്റു. പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരത്തിലെ MG റോഡിൽ രാവിലെ 7:45 അപകടം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് യുവാവ് തെറിച്ചു വീഴുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിഷ്ണുദത്തിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്ത് വെറ്റിനറി പോളിക്ലിനിക്കിലെ ABC കേന്ദ്രത്തിലേക്ക് പട്ടാമ്പി താലൂക്കിൽ നിന്നുൾപ്പെടെ വന്ധ്യംകരണത്തിനായി കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുറന്നുവിടുന്നതായാണ് ആക്ഷേപം. മുസ്ലിം ലീഗ് കൗൺസിലർമാരാണ് ആദ്യഘട്ടത്തിൽ വിമർശനവുമായെത്തിയത്. കഴിഞ്ഞ ദിവസവും ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചെന്നും പേവിഷബാധ സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനുള്ള നടപടി നഗരസഭ വൈകിപ്പിക്കുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീടുകൾക്കകത്തുവരെ തെരുവുനായ്ക്കൾ കയറുന്ന സാഹചര്യമുണ്ട്. കുട്ടികളെ പുറത്തുവിടാൻ വരെ ഭയമാണെന്നും ലീഗ് കൗൺസിലർമാർ ആരോപിച്ചു. ഇതിനു പിന്നാലെ BJP, സ്വതന്ത്ര മുന്നണി, CPM കൗൺസിലർമാരും ഇതേ ആരോപണവുമായി രംഗത്തെത്തി. വരോട്, കണ്ണിയമ്പുറം, RS റോഡ്, പാലപ്പുറം പ്രദേശങ്ങളിലും തെരുവുനായ ശല്യമുണ്ടെന്ന് അംഗങ്ങൾ ആരോപിച്ചു. വെറ്റിനറി ഡോക്ടറെ ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം. ഒറ്റപ്പാലം, പട്ടാമ്പി താലൂക്കുകൾക്ക് ഒറ്റ ABC കേന്ദ്രമാണുള്ളത്. ഒറ്റപ്പാലത്തെ വെറ്റിനറി ആശുപത്രിയിലാണ് ഈ കേന്ദ്രം. പട്ടാമ്പി താലൂക്കിലെ പലയിടങ്ങളിൽ നിന്നുള്ള തെരുവുനായ്ക്കളെ ഉൾപ്പെടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച സ്ഥലത്ത് തിരിച്ചുവിടാതെ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ വിടുന്നുവെന്നാണ് ആരോപണം. ഒരു തവണ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ച ആരോപണമാണിത്. പട്ടാമ്പിക്ക് പ്രത്യേക ABC കേന്ദ്രമെന്ന പദ്ധതി ഇപ്പോഴും നടപ്പായിട്ടില്ല. പേവിഷബാധയുടെ ആശങ്ക പരിഹരിക്കാൻ ഒരാഴ്ചയ്ക്കകം
നഗരസഭയിലെ എല്ലാ തെരുവു നായ്ക്കൾക്കും പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അറിയിച്ചു. നഗരസഭാ പ്രദേശത്ത് നിന്ന് എത്ര നായ്ക്കളെയാണ് വന്ധ്യകരണത്തിന് വിധേയമാക്കിയത്? ആ വന്ധ്യകരണത്തിന് വിധേയമാക്കിയതിന് തന്നെയാണോ നഗരസഭാ പ്രദേശത്ത് അടിച്ചുവിട്ടിട്ടുള്ളത്? അതോടൊപ്പം ചില നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തു. ഇടിച്ചുകൊണ്ട് പോകുമ്പോ കൗൺസിലറുടെ കത്ത് വേണം, പക്ഷെ കൊണ്ടുവന്ന് വിടാൻ ഒരു കൗൺസിലർ അറിയുന്നില്ല. അപ്പൊ കൊണ്ടുവന്നത് ഏത് സ്ഥലത്ത് നിന്നാണോ പിടിച്ചത്, ആ പിടിച്ച സ്ഥലത്ത് നിന്ന് തന്നെ പിടിച്ചതിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്ന അത് കൗൺസിലറെ കൂടി അറിവോടുകൂടി മാത്രമായിരിക്കണം എന്നതുൾപ്പെടെയുള്ള ഫലപ്രദമായ ഒരു തീരുമാനം വെറ്ററിനറി ഡോക്ടറെ ഉൾപ്പെടെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള യോഗം അടിയന്തരമായി ചേർന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാൽപ്പാറയിലെ നരഭോജി പുലി പിടിയിൽ. കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരിയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച പുലിയാണ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. കഴിഞ്ഞ രാത്രിയാണ് വീണ്ടും ഇരയെ തേടിയെത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി വൈകിട്ടോടെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളി ദമ്പതികളുടെ മകൾ 6 വയസ്സുള്ള റോഷ്നിയെ പുലി കടിച്ചുകൊണ്ടുപോയത്. അന്ന് രാത്രി വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ പിറ്റേന്ന് രാവിലെ മുതൽ ഡോഗ് സ്ക്വാഡിൻ്റെയും ഡ്രോണിൻ്റെയും സഹായത്തോടെ നടത്തിയ തെരച്ചിലിനൊടുവിൽ രാവിലെ 11 മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതിയിലധികം ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. അന്നുതന്നെ വനം വകുപ്പ് നരഭോജി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഏതാനും നാളുകൾക്ക് മുമ്പും ഇതേ പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടി കൊലപ്പെടുത്തി വനാതിർത്തിയിൽ ഉപേക്ഷിച്ചിരുന്നു. നിരന്തരം വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണ് വാൽപ്പാറ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കണ്ണിയമ്പുറം വിദ്യാനഗറിൽ അമൃത വിദ്യാലയത്തിനടുത്ത് വീട്ടുവളപ്പിൽ നിന്ന് അക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മങ്കടയിൽ നിന്നെത്തിയ അലി നെല്ലേങ്കരയുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടർമാരുടെ സംഘമാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വീട്ടുവളപ്പിൽ കണ്ടുവരുന്ന അക്രമകാരിയായ പന്നിയെയാണ് വെടിവെച്ചു കൊന്നത്. കൃഷിനാശം വരുത്തുകയും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്തതോടെ വീട്ടുകാർ വാർഡ് കൗൺസിലർ സതീദേവിയെ വിവരമറിയിക്കുകയായിരുന്നു. കൗൺസിലർ നഗരസഭയെയും നഗരസഭ ഫോറസ്റ്റിനെയും വിവരമറിയിച്ചു. തുടർന്നാണ് ഫോറസ്റ്റ് റേഞ്ചറുടെയും ചെയർപേഴ്സൻ്റെയും നിർദ്ദേശപ്രകാരം മങ്കടയിൽ നിന്നുള്ള അംഗീകൃത ഷൂട്ടർമാർ സ്ഥലത്തെത്തി കാട്ടുപന്നിയെ വെടിവെച്ചത്. നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാരെത്തി പന്നിയെ സംസ്കരിച്ചു. ദേവകുമാർ വി ജെ തോമസ്, ഷാൻ കെ പി എന്നിവരാണ് അലി നെല്ലേങ്കരയുടെ നേതൃത്വത്തിലെത്തിയ സംഘത്തിലുണ്ടായിരുന്നത്. കാടിനുള്ളിൽ നിന്ന് കാട്ടുപന്നിയെ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണെന്ന് വാർഡ് കൗൺസിലർ സതീദേവി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. 3 മണിക്കൂർ നേരത്തെ ചാർപ്പ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് തുറന്ന ഡാം അടച്ചാണ് ആനയെ കാട് കയറ്റിയത്. രാവിലെ 11 മണിയോടെയാണ് സംഭവം. പതിവ് പട്രോളിങ്ങിനിടയിലാണ് കാട്ടാന പുഴയിൽ കുടുങ്ങിയത് വനപാലകർ കണ്ടത്. തുടർന്ന് ചാർപ്പ റേഞ്ച് ഓഫീസർ അഖിലിൻ്റെയും വാൽപ്പാറ റേഞ്ച് ഓഫീസർ രാജേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ ഡാം അധികൃതരുമായി സംസാരിച്ചു. ഡാം അടച്ച് ചാലക്കുടി പുഴയിലേക്കുള്ള ഒഴുക്കിൻ്റെ ശക്തി കുറയ്ക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതോടെ ആന സ്വമേധയാ കാട് കയറിപ്പോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം. ഷൊർണൂർ മേഖലയിൽ പുഴ കരകവിഞ്ഞു. പുഴയോരത്തെ നമ്പ്രം റോഡ് വെള്ളത്തിനടിയിലായി. ഇതോടെ റോഡ് അടച്ചു. മലമ്പുഴ ഡാം തുറക്കുന്നതോടെ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. എല്ലാ വർഷങ്ങളിലും മഴ കനക്കുമ്പോൾ നമ്പ്രം പ്രദേശത്ത് വെള്ളം കയറുന്നത് പതിവാണ്. ഭാരതപ്പുഴയോരത്ത് 75ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഷൊർണൂർ ശാന്തിതീരം പൊതുശ്മശാനത്തിലേക്കുള്ള വാഹനഗതാഗതം
തടസ്സപ്പെട്ടിട്ടുണ്ട്. ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്ന് മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ വഹിച്ചാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മഴ കനത്താൽ ശ്മശാനത്തിനുള്ളിലേക്കും പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറുമെന്ന ആശങ്കയും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് കാഞ്ഞിരക്കുഴി പ്രദേശത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. പ്ലാക്കൽ ഓമനയുടെ വീടിന് മുകളിലേക്കാണ് ഫോറസ്റ്റ് പരിധിയിലെ മരം കടപുഴകി വീണത്. ഇന്നലെ വൈകുന്നേരം 3:30 വീശിയ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിനു മുകളിലേക്ക് ഫോറസ്റ്റ് പരിധിയിലുള്ള മരം കടപുഴകി വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആസ്ബറ്റോസ് ഷീറ്റുകൾ ഭാഗികമായി തകർന്നു. മുൻവശത്തും കേടുപാടുകൾ സംഭവിച്ചു. 75,000-ഓളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. മരം വീണതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി വിതരണം താറുമാറായി. ഏറെ സമയത്തിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. സംഭവ സമയത്ത് വീടിനുള്ളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ഓമനയും ഓമനയുടെ മകനും മാത്രമാണ് വീട്ടിൽ താമസം. ഇവർ പണിക്ക് പോയ സമയത്താണ് മരം വീണത്. സമാനമായ രീതിയിൽ മറ്റു വീടുകൾക്കും അപകടമുണ്ടാകുന്ന തരത്തിലുള്ള മരങ്ങളും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴയും കാറ്റും ശക്തമാകുമ്പോൾ പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. സംഭവസ്ഥലം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സന്ദർശിച്ചു. നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞെന്നും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വനംവകുപ്പ് അധികൃതർ പരിശോധിച്ച് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിനകത്ത് നഗരസഭ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വീടിൻ്റെ ഒരു പരിക്കെല്ലാം പരിശോധിച്ച് ചെയ്യാനായിട്ട് ഈ വ്യവസ്ഥയൊക്കെ ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഇല്ല, അത് അവരുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള വീടുകളുടെ സുരക്ഷ ഉറപ്പാക്കാം. നമ്മൾ നഗരസഭ മാത്രം വിചാരിച്ചത് കൊണ്ടാകില്ല, ഫോറസ്റ്റ് കൂടി ഇതിനകത്ത് വളരെ അടിയന്തരമായി ഇടപെട്ട് അവരുടെ ചില മരം വെട്ടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. മുനിസിപ്പൽ എഞ്ചിനീയർ സന്ദീപ് PS, ഓവർസിയർ KC മരിയ ജോൺ, ഫോറസ്റ്റർ ഗിരീഷ്, പൊതുപ്രവർത്തകരായ മണികണ്ഠൻ, രാജേഷ് പോൾ, സുജിൻ ദാസ് എന്നിവർ ചെയർമാനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. മണ്ണൂർ കൊട്ടക്കുന്ന് തേക്കിൻകാട് മാധവന്റെ വീടാണ് തകർന്നത്. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. 50 വർഷം പഴക്കമുള്ള മൺചുവരുള്ള ഓടിട്ട വീടാണിത്. വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നതോടെ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. മറ്റു മുറികളിലെ ചുമരുകളും തകർച്ചാ ഭീഷണിയിലാണ്. മാധവനും ഭാര്യയുമാണ് ഇവിടെ താമസം. സംഭവമറിഞ്ഞ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ, ഷഫീഖ്, സുനിത എന്നിവർ വീട് സന്ദർശിച്ചു. ഏകദേശം വീടിൻ്റെ പകുതിയോളം ഭാഗം മുഴുവനായും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 10-50 വർഷക്കാലം പഴക്കമുള്ള മൺചുമരാണുള്ളത്. ഏത് നിമിഷവും നിലംപൊത്താറായിട്ടുള്ള രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ ഇവർക്ക് PMAയിലോ അതേപോലെ തന്നെ PMAവയിലോ ലൈഫിലോ ഇവർക്ക് പേര് വരുവാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായും അതിലോട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ പ്രളയ സംബന്ധമായിട്ടുള്ള വീടിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർക്ക് വേണ്ടുന്ന കലക്ടറുടെ ഭാഗത്ത് നിന്ന് പ്രളയ ഫണ്ടിൽ നിന്ന് മാക്സിമം ഫണ്ട് മേടിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. പറളി ഓടനൂർ പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. കണ്ണാടിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെയാണ് പാലം വെള്ളത്തിനടിയിലായത്. ഇതോടെ ഗതാഗതം സ്തംഭിച്ചു. യാത്രക്കാർ ഏറെ പ്രയാസത്തിലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലത്തിൽ നിന്ന് ഇപ്പോൾ വെള്ളം ഇറങ്ങാൻ സാധ്യതയില്ല. മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചതായി പോലീസ്. ജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് 18 നിർദ്ദേശങ്ങൾ ഷൊർണൂർ പോലീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. വീടിൻ്റെ ലോക്ക് സംവിധാനങ്ങൾ പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും അലക്ഷ്യമായ വാതിലുകളും ജനലുകളും തുറന്നിടരുതെന്നും പോലീസ് നിർദ്ദേശിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ വാതിലുകളും ജനലുകളും കൃത്യമായി ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ജനവാതിലുകളുടെ സമീപത്തും തുറസായ സ്ഥലങ്ങളിലും കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. മൺവെട്ടി, കോടാലി, മടവാൾ പോലുള്ള മാരകായുധങ്ങൾ മോഷ്ടാക്കൾക്ക് കിട്ടുന്ന തരത്തിൽ പുറത്തു വയ്ക്കാതിരിക്കണം. ഇവ ഉപയോഗിച്ച് വാതിലുകൾ പൊളിക്കുന്നതിനും അക്രമം നടത്തുന്നതിനും സാധ്യത കൂടുതലാണ്. അയൽവാസികൾ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറുകയും അസമയങ്ങളിൽ സംശയാസ്പദമായ എന്തെങ്കിലും ശബ്ദമോ ആൾപെരുമാറ്റമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പരസ്പരം ഫോണിലൂടെ വിവരമറിയിച്ച് ഇക്കാര്യം ധരിപ്പിക്കണം. യാതൊരു കാരണവശാലും മുൻകരുതലുകളില്ലാതെയും തനിച്ചും പുറത്തിറങ്ങരുത്. എല്ലാ വീട്ടിലും
പോലീസ് സ്റ്റേഷൻ ഫോൺ നമ്പർ 9497934002, പോലീസ് എമർജൻസി നമ്പറായ 112 മുതലായവ ഫോണുകളിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ വിവരം ബന്ധപ്പെട്ട നമ്പറുകളിൽ അറിയിക്കുക. ഒരു കാരണവശാലും വീട്ടിൽ അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളോ പണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ സൂക്ഷിച്ചു വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. പരമാവധി എല്ലാ വീടുകളിലും CCTV ഇൻസ്റ്റാൾ ചെയ്യുകയും ആയത് പോലീസിനു കൂടി ഗുണപ്രദമായ രീതിയിൽ റോഡ് കൂടി കവർ ചെയ്യുന്ന തരത്തിൽ സ്ഥാപിക്കാനും ശ്രദ്ധിക്കുക. പകൽ സമയങ്ങളിൽ വീട്ടിൽ വരുന്ന അപരിചിതരോട് അകന്ന് ഇടപെടുക. വീടിനകത്തേക്ക് കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീടിന്റെ പരിസരങ്ങളിൽ കറങ്ങി നടക്കുന്ന അപരിചിതരെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം പോലീസിൽ അറിയിക്കണമെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു. മഴക്കാലത്ത് എല്ലാ വീട്ടിലും വൈദ്യുതി ബദൽ സംവിധാനങ്ങൾ കരുതുന്നത് ഉചിതമാണ്. രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തുനിന്നും ശബ്ദം കേട്ടാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. പരിസരവാസികളെ ഫോണിൽ വിളിച്ചറിയിച്ചും പോലീസിനെ വിവരമറിയിച്ചും മുൻകരുതലോടെ മാത്രം ഇടപെടണം. വീട് പൂട്ടിപ്പോകുന്ന വേളയിൽ വിവരം തൊട്ടടുത്ത അയൽവാസിയെ അറിയിക്കുക. റെസിഡൻഷ്യൽ ഏരിയകൾ കേന്ദ്രീകരിച്ച് കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതും മോഷ്ടാക്കളുടെ ശല്യം തടയാൻ ഫലപ്രദമാണ്. പുറത്തിറങ്ങി നടക്കുന്ന സമയം കഴുത്തിലും മറ്റും കൂടുതലളവിൽ ആഭരണങ്ങൾ ധരിക്കാതിരിക്കുന്നതും സുരക്ഷിതമാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, കൈവശമുള്ള ബാഗ് എന്നിവയിൽ മതിയായ ശ്രദ്ധ കൊടുക്കുക. വീട്ടിലും പുറത്തും വാഹനങ്ങൾ നിർത്തിപ്പോകുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ലോക്ക് ഉൾപ്പെടെ ചെയ്ത് താക്കോൽ സുരക്ഷിതമായ രീതിയിൽ കൈവശം സൂക്ഷിക്കണം. പുറത്ത് വാഹനങ്ങൾ നിർത്തിപ്പോകുന്ന സമയത്ത് പരമാവധി പെയ്ഡ് പാർക്കിംഗ് ഏരിയകളിൽ മാത്രം നിർത്താൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മോഷണശ്രമമോ മറ്റോ നടന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും പൊതുജന സമ്പർക്കം അനുവദിക്കരുത്. തെളിവുകൾ നശിപ്പിക്കാതെ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കണം. വ്യാപാര സ്ഥാപനങ്ങളിൽ യാതൊരു കാരണവശാലും പണം സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരങ്ങൾ ഉത്തരവാദപ്പെട്ടവർ ചെറിയ ഇടവേളകളിൽ തുറന്ന് പണമെടുക്കുകയും അമ്പലത്തിലെ വിലപിടിപ്പുള്ള മുതലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും CCTVകൾ സ്ഥാപിക്കുകയും വേണമെന്ന് ഷൊർണൂർ പോലീസ് SHO വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വൈദ്യുതി മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ASP രാജേഷ് കുമാർ പാലക്കാട്ട് വൈദ്യുതി സുരക്ഷാ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ASP. ബോധവൽക്കരണത്തിലൂടെ സുരക്ഷാ നടപടികൾ പാലിക്കുന്നില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് കടക്കണമെന്നും ASP രാജേഷ് കുമാർ പറഞ്ഞു. KSEB, ഫാക്ടറീസ് ആൻഡ് ബ്രോയിലേഴ്സ് വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളാണ് വൈദ്യുതി സുരക്ഷാ വാരാചരണം സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കും. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വൈദ്യുതി സുരക്ഷാ വാരാചരണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 5 വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി കോടതി വിചാരണ നടക്കുന്നതിനിടെ ഒളിവിൽ പോയ പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കറുകപ്പത്തൂർ ചാഴിയാട്ടിരി പനയമ്പുള്ളി വീട്ടിൽ 33 വയസ്സുള്ള സിജുവിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. പാലക്കാട് കറുകപ്പത്തൂർ ചാഴിയാട്ടിരി പനയമ്പുള്ളി വീട്ടിൽ 33 വയസ്സുള്ള സിജുവിനെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ഫോക്സോ കോടതി ജഡ്ജ് R. മിനി 66 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2018 ഡിസംബർ മാസത്തിൽ പല ദിവസങ്ങളിൽ അതിജീവിത അമ്മയുടെയും അമ്മയുടെ സുഹൃത്തായ പ്രതിയുടെയും കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് പ്രതി പലതവണ കുട്ടിക്ക് നേരെ ലൈംഗിക ആക്രമണം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കുട്ടിയെയും 8 വയസ്സുള്ള സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട് പുറത്തുപോയ കുട്ടികളുടെ അമ്മയും പ്രതിയും ഏറെ സമയമായിട്ടും തിരികെ വരാതായതിനെ തുടർന്ന് നാട്ടുകാർ ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ വനിതാ സബ് ഇൻസ്പെക്ടർ K. ശാന്തകുമാരി രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ BP സിബീഷ് FIR രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ S. സജീവ് അന്വേഷണം നടത്തി. സബ് ഇൻസ്പെക്ടർ KM മുഹമ്മദ് അഷ്റഫ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. പ്രോസിക്യൂഷൻ 17 സാക്ഷികളെ വിസ്തരിച്ചു. 17 രേഖകൾ തെളിവിൽ ഹാജരാക്കി. ലൈസൺ ഓഫീസർ ഗസി ഗീത PR, CPOമാരായ മിഥുൻ ബേസിൽ എന്നിവർ പ്രോസിക്യൂഷൻ നടപടിയിൽ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് V. തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു.
പക്ഷേ എന്തുണ്ടാക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ കൃഷിക്കാരാണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ കൃഷി ഓഫീസർ കൊടുക്കാറുണ്ട്. കൃഷി ഓഫീസിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചർ ഓഫീസർ കൃഷ്ണ VR, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ, സെക്രട്ടറി ഷെരീഫ്, സീനിയർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിനു, കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ സന്തോഷ്, സുസ്മിത, പാടശേഖര സമിതി പ്രതിനിധികൾ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. യൂണിയൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CITU ഡിവിഷൻ വൈസ് പ്രസിഡന്റ് MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, ജില്ലാ കമ്മിറ്റി അംഗം P. സിന്ധു, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ PK ഗോപാലകൃഷ്ണൻ, KP മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V. വേണുഗോപാലൻ സ്വാഗതവും വഴിയോര കച്ചവട യൂണിയൻ പ്രസിഡന്റ് N. ജയപാൽ നന്ദിയും പറഞ്ഞു. പണിമുടക്കിനോടനുബന്ധിച്ച് നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് 27 സ്വീകരണം നൽകുന്നതിനും ജൂലൈ 5 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ കുളപ്പുള്ളി വരെ കാൽനട പ്രചരണ ജാഥ നടത്താനും യോഗം തീരുമാനിച്ചു. 6, 7 തീയതികളിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പണിമുടക്ക് പ്രചരണം നടത്തും. 8 കടകളിൽ കയറി പ്രചരണം നടത്തും. പണിമുടക്കിൽ ഉന്നയിക്കുന്ന 17 ആവശ്യങ്ങൾ എഴുതി ഓരോ അംഗങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്താനും കൺവെൻഷനിൽ തീരുമാനമായി. പണിമുടക്ക് ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തൊഴിലാളികൾ സമരകേന്ദ്രത്തിലിരിക്കാനും തീരുമാനമായി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. സമൂഹം വഴിപിഴയ്ക്കുന്നത് പ്രതിരോധിക്കാൻ സമസ്ത മുൻപന്തിയിലുണ്ടാകുമെന്നും മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഇടപെടലുകൾ നടത്തുമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയിൽ നടന്നുവരുന്ന ഫാളില കോഴ്സിൻ്റെ 7ാം ബാച്ച് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ഫലീല കോർഡിനേറ്റർ സഹദ് ഫൈസി അൽ ഖുറാനി കോഴ്സ് പരിചയപ്പെടുത്തി. ഹനീഫ അൻവരി, അബ്ദുറഹിമാൻ മുസ്ലിയാർ, അബ്ദുള്ള കോയ തങ്ങൾ, TA ഏന്തിൻകുട്ടി, TM ഹംസ, P മമ്മിക്കുട്ടി, KM മുഹമ്മദ്, CM അബൂബക്കർ, KA റസാഖ്, KA ഇബ്രാഹിം, അബ്ദുറഹ്മാൻ വറവട്ടൂർ, P മുഹമ്മദ് കുട്ടി, TK മൊയ്തീൻകുട്ടി, EM കുഞ്ഞുമണി, PA അബ്ദുൽ കരീം, N കോയ മൗലവി, SM അബ്ദുൽ മജീദ്, NM അബ്ദുൽ ഖാദർ, കാസിം ചെരിപ്പൂർ, കോയക്കുട്ടി ഇരുമ്പോശ്ശേരി, SA അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. മാനേജർ TP ഹംസ സ്വാഗതവും ഷഹീർ ദേശമംഗലം നന്ദിയും പറഞ്ഞു. സംസ്ഥയുടെ സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി രാവിലെ യത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ കൊടി ഉയർത്തിയതിനു ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിബിയാൻ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഖുർആൻ സംസ്ഥാനതല പഠനാരംഭം ബസ്മല എന്ന പേരിൽ കിള്ളിമംഗലം അൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നു. സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും സമസ്ത മുഷാവറ അംഗവുമായ PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് സയ്യിദ് സാഹിദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ഗാരിഖ് മുനീർ സുഹരി വിദ്യാർത്ഥികൾക്ക് ഖുർആൻ ചൊല്ലിക്കൊടുത്തു. തിബിയാൻ ഡയറക്ടർ ബഷീർ സഖാഫി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മുസ്തഫ കാമിൽ സഖാഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. MS മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ, ഷാഹിദ് തങ്ങൾ ചെറുതുരുത്തി, മാനേജർ അബ്ദുൽ അസീസ് സാദി, പ്രിൻസിപ്പൽ നജ്മ, റഷീദ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് മാനേജർ സയ്യിദ് മാസ്റ്റർ സ്വാഗതവും റഷീദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കോട്ടായി മങ്കര മേഖലകളിൽ സ്കൂളുകളിലും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടായി ചമ്പർക്കുളം AUP സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനപരിപാടികൾ കോട്ടായി പോലീസ് സ്റ്റേഷൻ ASI പ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
SCPO രാജീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ മാസ്റ്റർ, അധ്യാപകരായ MV സുധ, MP ബീന, S സൗമ്യ, MC രാഹുൽ, PN ശ്രീജ, S ശരണ്യ, M ഹിബത്തുള്ള മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ലീഡർ റിയ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മങ്കരയിൽ ലഹരിമുക്ത ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ലഹരിമുക്ത റാലി നടത്തി. പ്ലക്കാർഡുമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണവും നടത്തി. മങ്കര വെള്ളറോഡിൽ നടന്ന പരിപാടിയിൽ പൊതുപ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുത്തു. മങ്കര പഞ്ചായത്ത് അംഗം MV രമേശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം വളരെ മോശമായ രീതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാമ്പത്തികപരമായും മറ്റെല്ലാ സാംസ്കാരികപരമായിക്കൊണ്ടൊക്കെ തന്നെ കേരളം മുന്നിലാണെങ്കിലും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. ഇതിനെതിരെ നാട്ടുകാരായ കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇതിനെ വിമുക്തമാക്കുന്നതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഈ പ്രവർത്തനം. ഇന്നത്തെ ദിവസത്തെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും എല്ലാ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ തന്നെ PM യൂസഫ് പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. KKA റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുരിശി, അഷറഫ് മങ്കര എന്നിവർ സംസാരിച്ചു. കോട്ടായി കണ്ടച്ചിപ്പറമ്പ് വിശ്വഭാരതി പബ്ലിക് സ്കൂളിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ A രമേശ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മുഴുവൻ പേര് പോലും നമ്മൾ ചോദിക്കും, അത്ര സ്നേഹമാണ് നമ്മൾ. അപ്പോൾ അതുപോലെ ടീച്ചർമാർക്ക് എല്ലാവർക്കും ഓരോ ഷോർട്ട് നെയിം ഉണ്ടാവും. ടീച്ചറുടെ പാരൻസ് ചിലപ്പോൾ ചെറുപ്പത്തിൽ കുഷു എന്ന് വിളിച്ചിട്ടുണ്ടാവും, പ്രസവ ടീച്ചർ ചിലപ്പോൾ കൃഷു എന്ന് വിളിക്കുന്നുണ്ടാവും, അക്ഷര ടീച്ചർ ചിലപ്പോൾ അക്ഷു എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ ചിലപ്പോൾ അന്വേഷണത്തിൽ വിളിച്ചില്ല. അത്ര സ്നേഹമുണ്ട്. അത്രയും സ്നേഹം തരുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ബാലൻ അധ്യക്ഷത വഹിച്ചു. നല്ലപാടം കോർഡിനേറ്റർ പുഷ്പലത സംസാരിച്ചു. സ്കൂൾ മാനേജർ M ബാലൻ സ്വാഗതവും ബ്രിജു ലയോഗേഷ് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വൈവിധ്യ കലാപരിപാടികളും അരങ്ങേറി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മാത്തൂർ CFD ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാരീരിക മാനസികോല്ലാസത്തിന് ഉപയുക്തമായ സുംബ ഡാൻസ് സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സുംബ ഡാൻസ് സംഘടിപ്പിച്ചത്. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ലീഡർ വിസ്മയ V ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പോസ്റ്റർ രചനാ മത്സരവും റാലിയും സംഘടിപ്പിച്ചിരുന്നു. ആദ്യ നന്ദഗോപാൽ റാലി നയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക M സൗമ്യ, കോർഡിനേറ്റർമാരായ K മിനി, PM സൗമ്യ മോൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല, കോട്ടായി. കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ വായനയ്ക്ക് ഒരു ദിനം പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കല്ലിപ്പാടം പൊതുജന വായനശാലയുടെ സഹകരണത്തോടെയാണ് ആര്യഞ്ചിറ UP സ്കൂളിൽ വായനയ്ക്ക് ഒരു ദിനം പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി A മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ S ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. സാഹിത്യകാരൻ പ്രകാശൻ ചുനങ്ങാട് വിശിഷ്ടാതിഥിയായിരുന്നു. എഴുത്തുകാരൻ ES കൃഷ്ണനെ ആദരിച്ചു. PTA പ്രസിഡന്റ് P ദിവ്യ, MPTA പ്രസിഡന്റ് സുമാ രഞ്ജിത്ത്, മാനേജർ A ആനന്ദ്, SSG ചെയർമാൻ KA അശോകൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് A ബാലകൃഷ്ണൻ, കല്ലിപ്പാടം പൊതുജന വായനശാല പ്രസിഡന്റ് മോഹൻദാസ്, പൂർവ്വ അധ്യാപക പ്രതിനിധി TK ഗോപിനാഥൻ, അധ്യാപിക PP ചന്ദ്രിക എന്നിവർ പ്രസംഗിച്ചു. വീട്ടിലാകെ കിട്ടിയിരുന്നത്, വീട്ടിൽ ആവുന്ന കാലഘട്ടത്തിൽ ചുട്ട മത്തിയാണ് അദ്ദേഹത്തിനും മക്കൾക്ക് കുടുംബത്തിലെ മറ്റു മക്കൾക്കൊക്കെ കിട്ടിയിരുന്നത്. അതും തൃത്താലയിലെ ചന്തയിലെ ആഴ്ചയിൽ ഒരിക്കലുണ്ടാവുന്ന ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അന്ന് ഇന്നത്തെ പോലെ പീടികകളില്ല, ധാരാളം കടകളില്ല. അപ്പം നമുക്കിന്നൊരു ആവശ്യം വന്ന് എന്ത് ചെയ്യാം? എവിടേക്ക് പോവാം? കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാം. അന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുന്ന ചന്തയിൽ പോയിട്ടാണ് വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഭക്ഷണം വല്ലാത്തൊരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിശപ്പ് അകറ്റുക എന്നുള്ളത്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിക്കും. ജൂൺ 28 രാവിലെ 9 മണിക്ക് മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വിജയോത്സവത്തിൽ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് വിജയികളുമായി സംവദിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള അനങ്ങനടി, അമ്പലപ്പാറ, മണ്ണൂർ, ലക്കിടിപ്പേരൂർ, വാണിയംകുളം പഞ്ചായത്തുകളിലെയും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാലയങ്ങളിലെ വിജയികളെയാണ് അനുമോദിക്കുക. SSLC, CBSE, ICSE, പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്നതിനൊപ്പം ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ 10-12 ക്ലാസ് പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കും. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ തിരഞ്ഞെടുത്ത 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും. നരിവേട്ട സിനിമയിലെ ബാലതാരങ്ങളായ മിഖ, മിയ എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും. മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പരിധിക്കകത്തെ, അതായത് 5 പഞ്ചായത്തിലെയും ഒരു മുനിസിപ്പാലിറ്റിക്കകത്തെയും SSLC, +2 ക്ലാസ്സുകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അതിൽ CBSE വിഭാഗത്തിൽ പഠിക്കുന്നവരും ഇതോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷമില്ലാത്ത ഒരു പ്രത്യേകത, കഴിഞ്ഞ വർഷം ബാങ്ക് പരിധിക്കകത്തെ സ്കൂളുകളിൽ നിന്നുള്ള A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അനുമോദനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ബാങ്ക് പരിധിക്കകത്ത് നിന്ന് പഠിക്കാൻ പുറത്ത് സ്കൂളുകളിൽ നിന്നും A+ നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഇതോടൊന്നിച്ച് അനുമോദിക്കുന്ന പരിപാടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിച്ചു. RTGS, NEFT, IMPS പോലുള്ള സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. ഇത് വളരെ കാര്യക്ഷമമാകും. UPI സേവനങ്ങൾ ഏർപ്പെടുത്താനുള്ള അംഗീകാരം കിട്ടിയതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ പണം കൈമാറുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടായി. മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്രവർത്തനക്ഷമമായി. ഒരു കമേഴ്സ്യൽ ബാങ്കിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് നേടാൻ കഴിയും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ M. രാമനുണ്ണി, ജനറൽ മാനേജർ ഇൻചാർജ് S. സഞ്ജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടി ശ്രീശങ്കര ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം നടന്നു. വ്യത്യസ്ത മേഖലകളിലെ 6 കലാകാരന്മാർ ചേർന്നാണ് ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടാവില്ല. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അല്ലേ? സംഗീതം കേൾക്കാൻ, ആസ്വദിക്കാൻ. പിന്നെ എല്ലാവരും പാടുണ്ടാവും ഇല്ലേ? അതിനെക്കുറിച്ചൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായാലും സംഗീതം ഒരു ലഹരി തന്നെയാണ്. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായിട്ട് ഏറ്റവും നല്ല മരുന്നാണ് സംഗീതം. പ്രധാനാധ്യാപിക N. ഇന്ദുകല അധ്യക്ഷത വഹിച്ചു. മ്യൂസിക് അധ്യാപകൻ ത്രിവിക്രമൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഗാനാലാപനവും ഉണ്ടായി. അധ്യാപകരും കുട്ടികളും ചേർന്ന് ഗാനാലാപനവും നടത്തി. വിവിധ വാദ്യോപകരണങ്ങളെക്കുറിച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി ശശി തരൂരിൻ്റെ സമീപകാല നിലപാടുകളിലെ അനിഷ്ടം പരസ്യമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചിരിക്കുന്നു. ഇതിനു പിറകെ പറക്കാൻ അനുമതി ചോദിക്കേണ്ടതില്ലെന്ന തരൂരിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റും പുറത്തു വന്നിട്ടുണ്ട്. തരൂർ കോൺഗ്രസുമായി അകലുകയാണോ? അദ്ദേഹം BJPയിൽ എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റുലിയിലേക്ക്. BJPയിലേക്ക് പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ BJPയിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ ഭാവി
നല്ല ഒരു രീതിയിലാവണമെന്നുണ്ടെങ്കിൽ BJPക്ക് പോകുന്നതാണ് നല്ലത്. കാരണം കോൺഗ്രസ്ക്ക് അങ്ങേർക്ക് സ്പേസ് കിട്ടും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യോഗ്യതയും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളും സംസ്കാരവും അനുസരിച്ച് കോൺഗ്രസ്സിലിരുന്നാൽ അദ്ദേഹം കൂടുതൽ വഷളാകുകയുള്ളൂ. അതിനേക്കാളും അദ്ദേഹം നല്ലൊരു ഫ്യൂച്ചറും ഭാവിയും ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹത്തെ മനസ്സും BJP മനസ്സാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമോ എന്ന് പല മാധ്യമങ്ങളും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഉറച്ച കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തെ കോൺഗ്രസ്സിന് ഒരുപാട് ഇഷ്ടമാണ്. കോൺഗ്രസ് ഒന്നുമല്ലാത്ത സമയത്ത് ദേശീയ തലത്തിൽ നിറഞ്ഞതെന്ന് എന്ന ഒരു നേതാവുമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കുറേ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹം ഒരു പേടി സ്വപ്നമായിരിക്കുന്നു. അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ തന്നെ BJPയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയെ തുടർന്ന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിൽ ചേർന്ന PTA യോഗത്തിൽ മാനേജ്മെന്റിന് രക്ഷിതാക്കളുടെ രൂക്ഷ വിമർശനം. വീഴ്ച ഏറ്റുപറഞ്ഞ സ്കൂൾ മാനേജ്മെന്റ്. വിദ്യാലയത്തിന്റെ ഇരുമ്പുമറ നീക്കാൻ യോഗത്തിൽ തീരുമാനം. സ്കൂളിലേക്ക് SFIയും AISFും നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്കൂൾ പ്രവർത്തനം തിങ്കളാഴ്ച പുനരാരംഭിക്കാൻ ധാരണ. വനിതകളുടെ സംരക്ഷണത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്നത് വലിയ പ്രാധാന്യം. CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ വനിതാ സംഗമം. ജില്ലാ സമ്മേളനം ജൂലൈ 18 മുതൽ 20 വരെ വടക്കഞ്ചേരി. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ ചൊല്ലി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വിമർശനം. ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് പട്ടാമ്പി താലൂക്കിൽ നിന്നുൾപ്പെടെ കൊണ്ടുവരുന്ന നായ്ക്കളെ നഗരത്തിൽ തുറന്നുവിടുകയാണെന്ന് കൗൺസിലർമാർ. മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ സത്വര നടപടിയെന്ന് ചെയർപേഴ്സൺ. പട്ടാമ്പി ഭാരതപ്പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് കഴിഞ്ഞ ദിവസം ആലത്തൂർ ഭാഗത്ത് ഗായത്രി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 21 വയസ്സുള്ള പ്രണവ്. ആലത്തൂർ SN കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ പ്രണവ് ഒഴുക്കിൽപ്പെട്ടത് 3 ദിവസം മുമ്പ്. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്ത്. സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. വാൽപ്പാറയിലെ നരഭോജി പുലി വനം വകുപ്പിന്റെ കെണിയിൽ. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം 6 വയസ്സുകാരിയെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച പുലി. വീണ്ടും ഇരയെ തേടിയെത്തിയ പുലി കൂട്ടിൽ കുടുങ്ങിയത് കഴിഞ്ഞ രാത്രി. വാഴച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ വനപാലകർ രക്ഷപ്പെടുത്തി. ആനയെ കാടുകയറ്റിയത് തുറന്ന ഡാം അടച്ച് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ. കണ്ണിയമ്പുറത്ത് അക്രമകാരിയായ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തം. ഷൊർണൂർ മേഖലയിൽ പുഴ കരകവിഞ്ഞു. നമ്പ്രം റോഡ് വെള്ളത്തിനടിയിൽ. മലമ്പുഴ ഡാം തുറക്കുന്നതോടെ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്ക. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴക്കാലം ആരംഭിച്ചതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചെന്ന് പോലീസ്. ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ച് ഷൊർണൂർ പോലീസ് 18 നിർദ്ദേശങ്ങൾ പരസ്യപ്പെടുത്തി. സംശയാസ്പദമായി എന്തു കണ്ടാലും വിവരമറിയിക്കണമെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.